ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. അതായത് കഴിഞ്ഞ കുറേ വ്ളോഗ്സായിട്ട് നിങ്ങൾ തരുന്നൊരു റെസ്പോൺസ്, നിങ്ങളുടെ ഒരു സ്നേഹം, നിങ്ങളുടെ കരുതൽ, നിങ്ങളുടെ പ്രാർത്ഥന, ഇതെല്ലാം ഞാൻ അറിയുന്നത് നിങ്ങളുടെ കമൻസിലൂടെയാണ്. എത്ര കമൻസാണ് എല്ലാവരും ഇടുന്നതല്ലേ. ഓരോ കമൻസ് വായിക്കുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എത്ര ഹൃദയത്തിൽ തട്ടി, എത്ര ആത്മാർത്ഥമായിട്ടാണ് എന്നെ സ്നേഹിക്കുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എന്നെ വിഷ് ചെയ്യുന്നത്, ഞാൻ നന്നായിട്ടിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് എഴുതുന്ന ഓരോ കമൻസ്. വളരെ തെന്നിത്തെറിച്ച് 1-2 മാത്രമേ ഉള്ളൂ അല്ലാത്ത കമൻസ്. പക്ഷേ ഒരു 99.9% കമൻസും വളരെ ജെന്വനായിട്ട്, ഒരുപാട് സ്നേഹത്തോടെ, എനിക്കൊന്ന് നിങ്ങളുടെ ഒരു അമ്മയുടെ സ്ഥാനത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൂത്ത സഹോദരിയുടെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയുടെ സ്ഥാനത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സഹജീവിയോടുള്ള ഒരു കരുതൽ എന്ന നിലയ്ക്കോ എന്നൊക്കെ ഒരുപാട് രീതിയിൽ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ തരുന്ന സ്നേഹത്തിനൊക്കെ എനിക്ക് തിരിച്ചു തരാൻ വേറൊന്നുമില്ല. എനിക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടം സ്നേഹം തന്നെയാണ്. അതാണ് നിങ്ങൾ എനിക്ക് വാരിക്കോരി ഇങ്ങനെ തരുന്നത്. അപ്പോൾ എനിക്കൊരു ആയുഷ്കാലം നിങ്ങളോട് എനിക്ക് കടപ്പാടുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ്. അത് ഞാൻ മറക്കില്ല. അപ്പോൾ എന്നെ മുന്നോട്ട് നയിക്കുന്നതും നിങ്ങളുടെ സ്നേഹവും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും, ഞങ്ങൾ കൂടെ ഉണ്ട് താരമ്മ, ഒറ്റയ്ക്കല്ല എന്ന് എത്ര പേരാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ഞാനിങ്ങനെ ഹൃദയത്തിൽ തൊട്ട് എല്ലാവരോടും നന്ദി പറയുന്നു കേട്ടോ. ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഐ എം ഓവർവെൽംഡ്. എനിക്ക് ഈ സ്നേഹം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ ഹെൽത്ത് നന്നായിട്ടിരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു പ്രയോറിറ്റിയാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നാക്കാനായിട്ട് നമുക്ക് ഒരു ഡിസിപ്ലിൻ വേണം, നല്ലൊരു ലൈഫ് സ്റ്റൈൽ വേണം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് വേണം, എക്സസൈസൊക്കെ വേണം, പിന്നെ സ്ട്രെസ് ഇല്ലാതിരിക്കണം. ഇതിൻ്റെ ഒക്കെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ചില സപ്ലിമെൻറ്റ്സ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു എന്തൊക്കെയാണ് ഞാൻ സപ്ലിമെൻറ്റ്സായിട്ട് എടുക്കുന്നതെന്ന്. അപ്പോൾ ഓരോരുത്തരോടും അങ്ങനെ മെസ്സേജ് ചെയ്ത് പറയുന്ന എൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്ലോഗിൽ ആദ്യമേ ഇൻട്രഡക്ഷനിൽ ഇതങ്ങ് പറയാമെന്ന് വിചാരിച്ചത്. ഫ്ലക്സ്റ്റോർ എന്താണ് എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. ഫ്ലക്സ്റ്റോർ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ്. ഇപ്പം ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടല്ലോ. ഈ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും അവരുപയോഗിക്കുന്ന പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്ലക്സ്റ്റോർ. ഈ ഫ്ലക്സ്റ്റോറിൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ? പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സെലിബ്രിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് അവരുടെ ഡെയിലി യൂസിൽ അവർ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, അവരുടെ ഫേവറേറ്റ് പ്രോഡക്ട്സ് അവരവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷനിൽ വരുന്നതല്ല. ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഞാൻ എൻ്റെ സ്റ്റോർ ഫ്രണ്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതുമാത്രമല്ല, അതിൻ്റെ അകത്ത് എൻ്റെ ഫേവറേറ്റ് പ്രോഡക്ട്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ചോദിച്ച പോലെ ഞാൻ കഴിക്കുന്ന സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ കഴിക്കുന്നത് സ്വിസ് എന്ന ബ്രാൻഡിൻ്റെ ഫിഷ് ഓയിൽ ക്യാപ്സ്യൂളാണ്. ഈ ഫിഷ് ഓയിൽ എല്ലാം മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്, വിത്ത് പ്രീമിയം ഫോർമുലേഷൻ ആൻഡ് ബാക്ക്ഡ് ബൈ സയൻസ്. ഇതിൻ്റെ അകത്ത് 1800 mg ഫിഷ് ഓയിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് ഹയസ്റ്റ് ഫിഷ് ഓയിൽ കോൺസെൻട്രേറ്റ് ഇൻ എ സിംഗിൾ ക്യാപ്സ്യൂളാണ് കേട്ടോ. അതുമാത്രമല്ല, ഓരോ ക്യാപ്സ്യൂളിലും EPA 720 mgയും DHA 486 mgയുമാണ് ഉള്ളത്. ഇപ്പോൾ നമ്മളിത് മറ്റ് ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾസായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്വിസ് ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾസിൽ 4 times കൂടുതലാണ്. ഇപ്പം നിങ്ങൾ ആമസോൺ എടുത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഹയസ്റ്റ് റേറ്റഡ് ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് സ്വിസ്സിൻ്റെ ഫിഷ് ഓയിൽ ക്യാപ്സ്യൂളാണ്. അതുകൊണ്ട് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവർ, അല്ലെങ്കിൽ എൻ്റെ താഴെയുള്ളവർ, അല്ലെങ്കിൽ എന്നെക്കാളും മുകളിലുള്ളവർ, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഈ പ്രോഡക്റ്റ് സ്വിസ്സിൻ്റെ ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് എടുത്ത് നോക്കുക. അവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ഫേവറേറ്റ് പ്രോഡക്ട്സ് എല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എഗെയിൻ ഒരു ക്ലീനിങ് വീഡിയോ ആണ്. ഇത് ഞാൻ ചെയ്യാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു കിച്ചൺ ക്ലീനിങ് ഇട്ടപ്പോൾ നിങ്ങൾ ഭയങ്കര രസമായിട്ട് അതിനെ സ്വീകരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഇടുകയും ചെയ്യാം, എൻ്റെ വീടും വൃത്തിയാവും. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? അപ്പോൾ ഒരു വീട്ടിലെ കിച്ചൺ മാത്രമല്ലല്ലോ, വേറെ മുറികളുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് എന്ന് പറയുന്നത് എൻ്റെ ലിവിങ് റൂം ക്ലീനിങ് ആണ്. അപ്പോൾ ക്ലീനിങ് അറ്റ് കല്യാണി, ലിവിങ് റൂം ക്ലീനിങ്.
അപ്പോൾ ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും. മല മറിക്കാൻ എനിക്ക് സാധിക്കും. ലിറ്ററലി എനിക്ക് സാധിക്കും. അത്ര ശക്തിയാണ് നിങ്ങൾ എനിക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലോട്ട് പോയാലോ? ഞാൻ ഒറ്റയ്ക്കല്ലാന്ന് എനിക്കറിയാം, എൻ്റെ കൂടെ നിങ്ങളുണ്ട്. ഓക്കെ, കം ഓൺ. അപ്പോൾ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യാൻ പോകുന്നത് ലിവിങ് റൂമിൻ്റെ ഏത് ഭാഗത്താണെന്ന് നോക്കാം. മൊത്തത്തിൽ എൻ്റെ ലിവിങ് റൂം കണ്ടോ, ഒരുപാട് സാധനങ്ങൾ ഞാനിങ്ങനെ ഇറച്ചിട്ടിരിക്കുക. ആക്ച്വലി ഞാൻ എന്നും എൻ്റെ വീട് തൂത്ത് തുടച്ച് ഡെയിലി തൂത്ത് തുടയ്ക്കുന്നതാണ്. പക്ഷേ നമ്മുടെ കൈ എത്താത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മളിങ്ങനെ അത്യാവശ്യം കൊണ്ടുവന്ന സാധനങ്ങളിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നത് അത് എൻ്റെ ഒരു സ്വഭാവമാണ്. നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കാരണം ഇഷ്ടം പോലെ ഉണ്ട്. അത് മാത്രമല്ല പൊടി മാറാല അത്യാവശ്യം വേണ്ടാത്ത സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ പേപ്പേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആദ്യം വൃത്തിയാക്കേണ്ടത്. അതിനു മുന്നേ കുക്കിംഗ് അങ്ങ് തീർത്താലോ? കുക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ടൊരു കുക്കിംഗാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങ് ഫ്രൈയും തൈര് സാദവും മതിയല്ലോ. അതിന് ഉരുളക്കിഴങ്ങ് എടുത്തു, നല്ലപോലെ അത് പീൽ ചെയ്തു. ഈ പീലർ എനിക്ക് തന്നത് അനിക്കുട്ടിയാട്ടോ, സൂപ്പർ പീലറാണിത്. താങ്ക് യു അനിക്കുട്ടിയേ. പിന്നെ ഈ കട്ട് ചെയ്യുമ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് കേട്ടോ എപ്പോഴും പറയും നമ്മളതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരേപോലെ കട്ട് ചെയ്യണം. അന്ന് കേട്ടപ്പോൾ തൊട്ട് ഞാൻ അങ്ങനെയൊക്കെ ശ്രമിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ പാളിപ്പോവും. അങ്ങനെ കഷ്ണങ്ങളായിട്ട് അതിനെ നല്ലപോലെ നുറുക്കി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതിനെ കഴുകിയെടുത്തു. ശേഷം ഗ്യാസ് സ്റ്റവ് കത്തിച്ച് ഒരു ചീനച്ചട്ടിയാണ് വെച്ചത്. അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമുക്കതിനെ താളിക്കണം. താളിക്കാൻ ഞാൻ ഏറ്റവും സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്നത് ഉഴുന്ന് പരിപ്പാണ്. ഉഴുന്ന് പരിപ്പിട്ടു, കടുകിട്ടു, കറിവേപ്പില ഇട്ടു, ഒന്ന് ചുമന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു, മുളക് പൊടി ഇട്ടു, പിന്നെ എൻ്റെ ടേസ്റ്റ് മേക്കർ ശർക്കര പൊടിയും കൂടി ഇട്ട് ശകലം വെള്ളവും കൂടി ഒഴിച്ച് അടച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ അങ്ങ് റെഡിയായിട്ടങ്ങ് വരും. അതായത് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടാവും, എണ്ണയുള്ളത് കൊണ്ട് നല്ല ഫ്രൈ ആയിട്ടും കൂടെ വരും. എത്ര എളുപ്പം നമുക്കൊരു മെഴുക്ക് പുരട്ടി റെഡിയാക്കി എടുക്കാമല്ലേ. ഈ മെഴുക്ക് പുരട്ടിക്കൊക്കെ തമിഴിൽ പറയുന്നത് കരി എന്നാണ്. ഇവിടെ ഉരുളക്കിഴങ്ങ് കരി റെഡി. അടുത്തത് ചോറ് വയ്ക്കാൻ പോവുകയാണേ. പച്ചരിയാണ് എടുത്തത്. കുക്കറിൽ കുറച്ച് അരി എടുത്ത് കഴുകി അത് വീണ്ടും ഗ്യാസിൽ വെച്ചു. ഒരു 2-3 വിസിൽ വരുമ്പോഴത്തേക്കും ചോറും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കുക്കിംഗ് റെഡിയായി. ഊണ് കഴിച്ചിട്ട് ബാക്കി ജോലി തുടങ്ങാമെന്ന് വിചാരിച്ചത് ഞാൻ കഴിക്കാൻ പോവാണ്. തൈര് സാദമായിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല, പകരം തൈര് ചോറിലൊഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ ഒരല്പം ചിപ്സും കൂടെ കഴിക്കും, ബനാന ചിപ്സ്. ഞാൻ മാത്രമല്ല, എൻ്റെ ബ്രദറും ഇതുപോലെ ചെയ്യും കേട്ടോ. ഞങ്ങൾക്ക് ചോറും ബനാന ചിപ്സും കൂടെയുള്ള ആ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ദൈവത്തെ പ്രാർത്ഥിച്ച് കഴിക്കാനിരുന്നു. എൻ്റെ കുക്കിംഗ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരല്പം പോലും ബാക്കി വയ്ക്കാതെ മുഴുവനും ഞാനിതാ കഴിച്ചു. ഇനി നമുക്ക് ക്ലീനിങ് തുടങ്ങാം. ഈ ടേബിളാണ് ഞാൻ ആദ്യം വൃത്തിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഗ്ലൗസൊക്കെ ഇട്ട് തുണിയൊക്കെ എടുത്ത് ഞാൻ റെഡിയായിട്ട് വന്നു. ഇഷ്ടം പോലെ സാധനങ്ങൾ ഞാൻ ആ ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണോ എന്തോ അതെല്ലാം മാറ്റി എടുത്ത് തുടച്ച് ആവശ്യമില്ലാത്തതെല്ലാം എടുത്ത് കളഞ്ഞ് ആവശ്യമുള്ളത് മാത്രം വൃത്തിയായിട്ട് അടുക്കി വയ്ക്കാനാണ് ഒരു ശ്രമം. ഒന്ന് കണ്ടാലോ? കൂടെ ഉണ്ടാവണേ, മിന്നിച്ചോണം കേട്ടോ. തുടച്ച് വൃത്തിയാക്കിയ ശേഷം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വീണ്ടും എടുക്കാൻ പോവാണ്. അധികവും ഞാൻ ഡെയിലി കഴിക്കുന്ന മെഡിസിൻസ്, പിന്നെ ഇതുപോലെ ചിപ്സ്, കുറച്ചിങ്ങനെ സ്നാക്സ്, അതൊക്കെയാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്. പെട്ടെന്നെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ സപ്ലിമെൻറ്റ്സ്, മെഡിസിൻസ് എല്ലാം ഞാൻ അവിടെ തന്നെയാണ് അടുക്കി പെറുക്കി വയ്ക്കുന്നത്. അങ്ങനെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. ടേബിൾ ക്ലീൻ. വൃത്തിയായോ? സ്പീഡിൽ കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്ത പോലെ തോന്നി കേട്ടോ. ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടേ. ഇനി അടുത്തത് കൃഷ്ണനെ വെച്ചിരിക്കുന്ന ഒരു പോർഷനാണ്. ഒരുപാട് കാലമായിട്ട് ഈ കൃഷ്ണൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ 10-17 വർഷമൊക്കെ ആയി കാണും. എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ പോയി പറഞ്ഞത് എൻ്റെ ഈ കണ്ണനോടാണ്. ഞാൻ പുറത്ത് പോകുമ്പം യാത്ര പറഞ്ഞിട്ട് പോകുന്നതും ഈ കണ്ണനോടാണ്. എനിക്ക് തോന്നുന്നു പരിപൂർണമായിട്ട് അറിയാവുന്നത് എൻ്റെ ഈ കണ്ണനാണെന്ന് എനിക്ക് തോന്നുന്നു.
എൻ്റെ പൊന്നൂമനെയാണ് കേട്ടോ. രാത്രി കിടക്കുമ്പോൾ ഉമ്മയൊക്കെ കൊടുത്ത് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഫസ്റ്റ് തിങ് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞൊരു ഉമ്മയും കൊടുക്കും. അത് പറയുമ്പോൾ ഭഗവാന്റെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങുന്നത് പോലെ എനിക്ക് തോന്നും. ഭഗവാനെയാണ് ഞാനിപ്പോൾ വൃത്തിയാക്കാൻ പോകുന്നത്. പൊടിയൊക്കെ തുടച്ച് ഉടുപ്പൊക്കെ മാറ്റി ആ മാലയൊക്കെ വൃത്തിയാക്കണം. ഈ മാല കണ്ടോ, ഇത് രാജേട്ടൻ ഒരുപാട് കാലം ഇട്ടിരുന്ന മാലയാണ്. ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്, അതായത് 2000 വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ രാജേട്ടന് ദുബായിൽ വെച്ച് ഈ സ്ഫടികം മേടിച്ച് സ്വർണം കെട്ടിക്കൊടുത്തതാണ്. കുറേ കാലം രാജേട്ടൻ ഇട്ടുകൊണ്ട് നടന്നു. അതിനുശേഷം രാജേട്ടൻ തന്നെ അതിനെ കൊണ്ടുപോയി വിറ്റു. അപ്പോൾ ഞാൻ ആ സ്ഫടികം മാത്രം സൂക്ഷിച്ചെടുത്ത് വെച്ചു. അതിനെ ഞാനിപ്പോൾ കോർത്ത് അതാണ് ഇപ്പോൾ കൃഷ്ണൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഭഗവാനെ പോയി കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും. എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ ഭഗവാനെ തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി. ഇനി ആ മാലയൊക്കെ ഒന്ന് തുടച്ച് പൊടിയൊക്കെ കളഞ്ഞ് വെറ്റിഷ് വെച്ചിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. തുടച്ച് വൃത്തിയാക്കി എടുക്കുക. ഇനി അടുത്തത് ആ തിട്ടയാണ് വൃത്തിയാക്കേണ്ടത്. പടമൊക്കെ എടുത്ത് തുടച്ച് പൊടിയൊക്കെ തട്ടി അത്യാവശ്യം നല്ല പണിയുണ്ട്. ഡെയിലി ഇവിടെയൊക്കെ തുടയ്ക്കുമെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഈ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു ഡസ്റ്റിംഗ് ഇല്ല. അതാണിപ്പോൾ ചെയ്യേണ്ടത്. ഇനി എൻ്റെ കണ്ണനെ ഒരുക്കി റെഡിയാക്കി നിർത്തണം കേട്ടോ. അതിനായിട്ട് ഞാൻ ആ മാലയൊക്കെ അണിയിച്ച് പുതിയ മുണ്ടൊക്കെ ഉടുപ്പിച്ചു. ഓടക്കുഴലും കയ്യിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ഈ പോർഷനിലെ ക്ലീനിങ് കഴിഞ്ഞു. ഭഗവാന്റെ മുന്നിൽ തെളിയിക്കുന്നത് വെള്ളി വിളക്കാണ്. അതിനെ പേസ്റ്റും ക്ലീനിങ് ലിക്വിഡും വെച്ച് കഴുകി വൃത്തിയാക്കി ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവച്ച് തിരിയിട്ട് നെയ്യൊഴിച്ച് റെഡിയാക്കി വെച്ചു. അങ്ങനെ ഈ പോർഷനിലെ ക്ലീനിങ് പൂർണ്ണമായി. അടുത്തത് ഈ ടി വി ഇരിക്കുന്ന പോർഷനാണ് ക്ലീൻ ചെയ്യേണ്ടത്. ടി വി നന്നായിട്ട് ഞാൻ തുടച്ചെടുത്തു. അതിനുശേഷം സെറ്റപ്പ് ബോക്സും ഇൻവെർട്ടറൊക്കെ തുടച്ച് അവിടെ വെച്ചിരിക്കുന്ന എല്ലാ ടോയ്സും എടുത്ത് ഞാൻ ക്ലീൻ ചെയ്തു. ഇതൊക്കെ എൻ്റെ കളക്ഷനാണ്. എൻ്റെ അമ്മയെ പോലെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സുധാപ്പു ഇവിടെ വരുമ്പോൾ ഇത് വെച്ചാണ് കളിക്കുന്നത്. സൗഭാഗ്യ കളിയാക്കും, അമ്മയാണോ സുധാപ്പു ആണോ കളിക്കുന്നതെന്ന്. ഞങ്ങൾ രണ്ടുപേരും കളിക്കും കേട്ടോ. ഇതിലധികം ടോയ്സ് എനിക്ക് സൗഭാഗ്യ വാങ്ങിച്ചു തന്നതാണ്, കുറച്ച് ഞാൻ മേടിച്ചതാണ്, കുറച്ച് എനിക്ക് ഗിഫ്റ്റ്സും കിട്ടിയതാണ്. യെസ്, ഇവിടെയും വൃത്തിയാക്കി കഴിഞ്ഞു. നീറ്റായോ? കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമൻസൊക്കെ ഇട്ടിരുന്നതൊക്കെ ഞാൻ വായിച്ചു കേട്ടോ. സന്തോഷമുണ്ടേ. ഈ പ്രാവശ്യം നിങ്ങൾ കമൻസൊക്കെ ഇടണം കേട്ടോ, മറക്കണ്ട. ഇനി നമുക്ക് വൃത്തിയാക്കേണ്ടത് ഒരു വലിയൊരു ടാസ്ക്കാണ്. ദാ ഇപ്പറേ സൈഡിൽ ഇഷ്ടംപോലെ പൊടിയും മാറാലയും ചവറും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ മെനക്കെട്ട് വൃത്തിയാക്കാൻ പോവാണ്. എപ്പടി കൊള്ളാമോ? ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു കേട്ടോ. വൃത്തിയായോ എന്ന് പറയണേ. ഇനി ഈ ഫോട്ടോ ഇരിക്കുന്ന ഭാഗമാണ് വൃത്തിയാക്കേണ്ടത്. ഒരുപാട് അനാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റണം. പിന്നെ ഈ സോഫയിലാണ് ഞാൻ എല്ലാ സാധനങ്ങളും വയ്ക്കുന്നത്. എൻ്റെ ഫോണ്, ചാർജേഴ്സ്, റിമോട്ട്, അത്യാവശ്യം എൻ്റെ തലയിൽ ക്ലിപ്പ് എല്ലാം പെട്ടെന്ന് ഇങ്ങനെ സൈഡിലോ ഇങ്ങനെ ഒന്ന് അഴിച്ചു വയ്ക്കുന്ന ഒരു ശീലമാണ്. ഇഷ്ടംപോലെ പൊടി ഉണ്ടായിരുന്നു. തുടച്ച് എല്ലാം വൃത്തിയാക്കി. ഈ ക്ലീനിങ് ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞതുപോലെ തോന്നുന്നല്ലേ? എഡിറ്റ് ചെയ്തപ്പോൾ എനിക്കും തോന്നി കേട്ടോ. പക്ഷേ നല്ല സമയം എടുത്തു കേട്ടോ എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ട്. അടുത്തത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന എൻ്റെ റിക്ലൈനർ സോഫ തുടച്ച് മിനുക്കിയെടുത്തു. വാഷ് ബേസിൻ്റെ ഏരിയയാണ്. അവിടെ ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ മാറ്റി ഈ ബോക്സ് കണ്ടോ?
ഇതിലാണ് എൻ്റെ ടൂത്ത് ബ്രഷ് ഞാൻ വെക്കുന്നത്. ഒരിക്കലും ബാത്റൂമിൽ ഞാൻ ടൂത്ത് ബ്രഷ് വെക്കില്ല. അങ്ങനെ ആ ഏരിയയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് പൊന്നു ഏറ്റവും കഷ്ടപ്പെട്ട ജോലി. ഈ 2 ഫാനും പൊടിയൊക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കണം. ആദ്യം ഒരു ടേബിളിൽ കയറി ഞാൻ തുടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല. രണ്ടാമത് ലാഡറൊക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് വലിഞ്ഞ് കയറിയിട്ടാണ് തുടച്ചത്. കൊച്ചിയിലുണ്ടായിരുന്നപ്പോൾ അയ്യർ എന്നൊരു വ്യക്തിയും തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ജോയ് എന്നൊരു വ്യക്തിയുമാണ് ഈ ഹൗസ് ക്ലീനിങ്ങിനായിട്ട് നമ്മളെ സഹായിച്ചിരുന്നത്. ഈ അവസരത്തിൽ ഞാൻ അവർ രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. എങ്ങനെയുണ്ട്? വൃത്തിയായോ? ഓരോ ഡീറ്റെയിൽസും നോക്കി നോക്കി വൃത്തിയാക്കിയേ. ആക്ച്വലി ഇങ്ങനെ വൃത്തിയാക്കുന്ന ഒരു ഹോൾ ഡേയിലെ പ്രോസസ്സാണ് കേട്ടോ. ഇങ്ങനെ വൃത്തിയാക്കുന്ന മെനക്കേട് മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ ഒരു ശബ്ദം എടുക്കും, ഇനി ഒരിക്കലും അനാവശ്യമായിട്ടുള്ള ഒരു സാധനം പോലും ഞാൻ ചേർത്ത് വെക്കില്ല എന്ന്. അത് തെറ്റിക്കുന്നത് ഞാൻ തന്നെയാണ്. ഹലോ, വല്ല വിധേനയും ഞാൻ തീർത്തു. എനിക്ക് അവസാനമായപ്പോൾ എനിക്ക് വയ്യാണ്ടൊക്കെ ആയിപ്പോയി കേട്ടോ. അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ, ഒരു കാര്യം തുടങ്ങിയാൽ അത് തീർക്കണ്ടേ. അങ്ങനെ ഞാനിത് ഒറ്റയ്ക്ക് ചെയ്തു. ഇത് കണ്ടിട്ട് എല്ലാവരും അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും ശ്രമിക്കണ്ട. ആരെങ്കിലുമൊക്കെ കൂട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഹെൽപ്പൊക്കെ നിങ്ങൾ മേടിച്ചോളൂ കേട്ടോ. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ജീവിതം, ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷത്തിനാണ് ചെയ്യുന്നത്. ഇത് ഇനി സൗഭാഗ്യ കണ്ട എന്നോട് ഇനി വഴക്കുണ്ടാക്കാൻ പറ്റും. സൗഭാഗ്യം കാണാതിരിക്കാനും ചാൻസ് ഇല്ല, കാരണം എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ അവൾ കാണും. അപ്പോൾ ഒരു ചെറിയ വഴക്കുണ്ടാവും. നല്ലൊരു രസമല്ലേ. അപ്പോൾ രാവിലെ തുടങ്ങിയതാണ്, ഇപ്പോൾ 8 മണിയായി. ഇത്രയും നേരമായിട്ട് നിർത്താതെ പണിയായിരുന്നു. ഇതിൽ ക്ലീനിങ് മാത്രമല്ല, ഈ വ്ളോഗ് എടുക്കുകയും കൂടെ വേണ്ടേ. അപ്പോൾ അതും തനിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്യാനും വേറെ ആളില്ല. അപ്പോൾ ക്ലീനിങ്ങും ഒറ്റയ്ക്ക്, ഷൂട്ടിങ്ങും കൂടെ ഒറ്റയ്ക്ക്. എന്തായാലും ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ ലിവിങ് റൂമും കൂടി ക്ലീനായി. ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ നിങ്ങളോട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിങ്ങനെ കിതയ്ക്കുമോ ജോലി ചെയ്തിട്ട്? വേറെ കുഴപ്പമൊന്നുമില്ല, ഒരുപാട് ജോലി ചെയ്തതിൻ്റെ കിതപ്പാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഗോഡ് ബ്ലെസ് യു.